ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ആരെയാണ് നോയിക്കൊണ്ട് നിൽക്കുന്നത്? ആരെയാണ് നോയിക്കൊണ്ട് നിൽക്കുന്നത്? ചീനുവും കുമാറിനും ഇതുവഴി പോവെന്ന് പറഞ്ഞു. അപ്പൊ അവരെ നോയിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ചീനുവിനെ തന്നെ? വേറെ ആരെയായിരുന്നു? നിനക്കൊന്നും വേറെ ഒരു പണിയും ഇല്ലേ? ഏന്തി വരെ നോയിക്കൊണ്ട് അകത്തൊക്കെ കയറി പോടാറുക. നീക്ക് ഇങ്ങനെ പോകുന്നേ? ഞാൻ എന്റെ സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഞാൻ എങ്ങനെ പോയെന്നാണ് നീ പറയണേ? വെല്ലവളിലൊക്കെ പുറകെ നടന്ന് അവസാനം അവളെ തേച്ചിട്ട് പോയിട്ട് ഇവിടെ ഇരുന്ന് മോങ്ങില്ലേ? ശിവ എന്താ വിളിച്ചു കൂന്നേ? എനിക്ക് വന്ന വെറുതെ നല്ല ജാട ഉണ്ടെന്നാ. അവക്ക് ജാട അവള് പാവണു. അങ്ങനെ ആയ അവക്ക് കൊള്ളാം. അവളെന്നാ എന്താ കൊണ്ടാ ഞാൻ എന്താ വിളിക്കണം? നാത്തൂനെ വിളിക്കട്ടാ? കൊച്ചാ നീ ഇപ്പൊ മെർലിന്റെ കാര്യം ഇതിനകത്ത് ഇട്ടതാ ഭയങ്കര മോശം പിടിച്ച പരിപാടിയാണ് കേട്ടാ. അതുകൊണ്ട് ഞാൻ അവളെ നോക്കിയൊന്നും ഇവിടെ നിന്ന്. നീ നോക്കോ നോക്കാണ്ടിരിക്കോ എന്തൊരു വേണോ കാണിച്ചോ. അവസാനം പണിയിലൊന്നും പോയി പെടില്ല. അത്ര ഞാൻ പറഞ്ഞോളൂ. പണി ചെന്ന് പെടാതിരിക്കാനുള്ള അറിവും ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ട്. അറിവും ബുദ്ധിയും ബോധമൊക്കെ എനിക്കുണ്ടെന്ന്. പെമ്പിള്ളേരുടെ കാര്യം വരുമ്പോ നിന്റെ അറിവും ബുദ്ധിയും ഒന്നും ഉണ്ടാകത്തില്ലടാ. പോയെ അത്തരപ്പഴേ നീ പോടാ. ശിവ നീ കളിക്കല്ല, നീ എന്റെ മേടിക്കാതെ കയറി പോയേ. എന്താ യേശുവേ മെർലിന്റെ കാര്യം പറഞ്ഞ പിടിച്ചില്ലേ? എന്നെ ശരിപ്പെടുത്തി കളയോ ഇപ്പൊ നീ? അതിന് നീ ഇപ്പൊ മെർലിന്റെ കാര്യം അല്ലല്ലോ പറഞ്ഞത്. നീ ഏത് പെണ്ണുങ്ങളെ ഞാൻ കണ്ടാലും എനിക്ക് എന്റെ അറിവും ബോധവും ഒക്കെ പോകുന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞേ. കൊച്ചേ അമ്മ ഡ്രസ്സ് മേടിച്ചിരത്തിന് കലിപ്പ് ദേവി ചെയ്ത് മക്കളെ എന്റെ അഞ്ചത്ത് തീർക്കല്ലേ. ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും ആ കേസിൽ പോയി പെടുവല്ലോ. കേശു എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കയറിപ്പൊടി. നീ തുടങ്ങി നിങ്ങൾ എന്നെ കൂടെ അടിച്ചു പിരിയ്. ഒന്നാമത് അമ്മ അവിടെ കലിയുള്ളു നിൽക്കുന്നു. അച്ഛൻ ഫോൺ വിളിച്ചപ്പോ പറയണ കേട്ട് രണ്ടെണ്ണത്തിന് കൊടുക്കാൻ സമയമായിന്ന്. ഇവിടെ ഒരുത്ത് കലിയുള്ളു നിൽക്കുമല്ലേ? ഡേ ശിവ നിന്റെ പേരും പറഞ്ഞോണ്ട് അമ്മയുടെ എനിക്ക് തല്ലി കിട്ടിയാ പൊന്നുമോള നീ ഏറി കയറും. എങ്കിൽ കേശു നീ വാങ്ങിക്കൊണ്ടേ പോകത്തുള്ളൂ ഇവിടെ. നിങ്ങക്ക് എന്ത് പറ്റി? കേശു ശിവാസഖ്യം പൊളിഞ്ഞ? ഞാനായിട്ട് പൊളിച്ചിട്ടില്ല, എവള് മിക്കാറും പൊളിക്കും. നീ വന്നു പിന്നെ മെക്കിട്ട് കയറാൻ വേണ്ടി മാത്രം ഒരുങ്ങി നിക്കുവാണ് ഇവിടെ. നീ മെക്കിട്ട് കയറാൻ അവസരമല്ലേ വന്നൊന്നുണ്ടാക്കി തരണം ഇഷ്ടം പോലെ. എനിക്കിപ്പോ വന്ന് ദേഷ്യം ഭയങ്കര കടുത്ത നിൽക്കുന്നു കേട്ടാ. ശിവ കൈ ചൂണ്ടി സംസാരിക്കാതെ. നിനക്ക് എന്റെ അടുത്ത് വൺ ദേഷ്യം തന്നെ. അത് എല്ലാ കാര്യത്തിലും ഇല്ല. എപ്പോഴാണ് ദേഷ്യം വരുന്നതൊക്കെ എനിക്ക് അറിയാം. അജാതി വെളച്ചിനും കൊണ്ട് എന്റെ അടുത്തെങ്ങാനും വന്ന് നല്ല വീക്ക് കിട്ടിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. അമ്മായി വിടങ്ങോട്ട്. അമ്മായി കൈ നീട്, വേദന എടുക്കണ്ടോ? ശിവ നീ ശിവ വേദന എടുത്താ? എടേ അതിങ്ങനെ പിടിച്ചിരുന്നു, അത്രേ ഉള്ളൂ. കാണിച്ച് നോക്കട്ടെ, അങ്ങോട്ട് കൈ കാണിച്ച് നോക്കട്ടെ. സോറി ശിവ ശിവ മക്കളെ ഏച്ചു പോടാ. സോറി ഡേ. കരയണ അതെ അതെ അമ്മയടുത്തും ശ്രീയടുത്തൊന്നും പറയാൻ നിക്കണ്ട. കരയൽ മാറങ്ങോട്ട്. നല്ലോണേ വേദനിച്ചിട്ടുണ്ടാവും പാവത്തിന്. ചെറുതായിട്ട് കണ്ട് നീ അവിടെ തല്ലാൻ പോയതല്ലടാ. തല്ലിയില്ലല്ലേ? തല്ലാൻ പോയല്ലോ. എനിക്ക് കൺട്രോൾ ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും കൺട്രോൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് കൺട്രോൾ വേണം ഫസ്റ്റ്. നീ ചിരിക്കണെന്തിനാ? ചിരിക്കണെന്തിനാ? ഞാൻ ചിരിക്കും, കാരണം ഇപ്പൊ തെറ്റിയത് അമ്മായിയാണ്. നീയാണ് എല്ലാത്തിനും കാരണം. അമ്മായി കളിക്കല്ലേ. എല്ലാം കൂടെ എന്റെ അനുസരിച്ചിട്ട് വാ, അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ചുമ്മാ നിൽക്കുന്നവന്റെ അടുത്തോട്ടാണല്ലോ എല്ലാം കൂടെ പറഞ്ഞത്. ഇവിടെ പാരമ്പര്യമാക്കി ചുമ്മാ പ്രകൃതി ഭംഗി ആസ്വദിച്ചോണ്ടിരുന്നവനെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.